അതുവഴിയാണ് നമ്മളിപ്പോൾ പോയിട്ട് വന്നത്. ഹായ് ഫ്രണ്ട്സ്, ഐ എം സിദ്ധാർത്ഥ്. ഞങ്ങളിന്ന് പോകുന്നത് മൂകാംബിക കൊല്ലൂർ ടെമ്പിളിലേക്കാണ്. വൈകിട്ട് 8:25 ഓക്ക എക്സ്പ്രസ്സിനാണ് ഞങ്ങൾ പുറപ്പെടുന്നത്. ഇത് എറണാകുളം ജംഗ്ഷനാണ്. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. രാവിലെ ഒരു 8:30 ഞങ്ങൾ സ്പോട്ടിലെത്തി. ഞങ്ങൾ അവിടുന്ന് ബൈന്തൂർ മൂകാംബിക റോഡിൽ നിന്ന് ഒരു വണ്ടി എടുത്ത് നേരെ മൂകാംബികയിലേക്ക് പുറപ്പെട്ടു. ഏകദേശം പെർ ഹെഡ് 150 റേറ്റ് വരുന്നത് വണ്ടിക്ക്. ഞങ്ങളെല്ലാം സ്വല്പം ടയേർഡായിരുന്നു ആക്ച്വലി. സോ ഞങ്ങൾ അവിടെ ചെന്നിട്ട് ഒരു റൂം എടുത്തൊന്ന് ഫ്രഷപ്പ് ആയിട്ട് അമ്പലത്തിൽ പോയി തൊഴുക എന്നുള്ളതായിരുന്നു പ്ലാന്. അപ്പോൾ രാവിലെ വണ്ടി എടുത്തു. വണ്ടി ഫില്ലായി മാത്രമേ അവർ വിടത്തുള്ളൂ വണ്ടി ആക്ച്വലി. അപ്പോൾ അങ്ങനെ ഒരു ഇതുകൂടെ ഉണ്ട് ഇവിടെ. 2 പേര് 3 പേരായിട്ടൊക്കെ പോകണമെങ്കിൽ ഇവർ ഫുൾ ചാർജ് നമ്മുടെ നിന്ന് വാങ്ങും. ഒരു ഗ്രൂപ്പായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് നമുക്ക് പോവാം. ആക്ച്വലി കാറിൽ വരാൻ പ്ലാൻ ചെയ്തത് ഞങ്ങൾ ട്രെയിനിൽ വന്നത് തന്നെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയാണ്. ട്രെയിൻ യാത്രയും കാര്യങ്ങളും എല്ലാം തന്നെ. ഇവിടെ നമ്മുടെ മൂകാംബിക ബോർഡ് കാണാം, ശ്രീ മൂകാംബിക കൊല്ലൂർ ടെമ്പിൾ. അവിടെ നിന്ന് നേരെ നമ്മൾ അമ്പലത്തിൽ ചെന്നു. റൂമൊക്കെ എടുത്ത് നമ്മൾ ഫ്രഷായിട്ട് നേരെ അമ്പലത്തിലേക്ക് തൊഴാനായിട്ട് പോയി. വീക്കെൻഡ്സിലെല്ലാം റൂമിന് ചാർജ് വളരെ കൂടുതലാണ്. ഒരു 2000 ഇൻ ബിറ്റ്വീൻ 1500 to 2000 റേറ്റ് വരുന്നുണ്ട്. സോ നമ്മൾ വീക്ക് ഡേയ്സിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം റൂംസ് തന്നെ നമുക്ക് 700,000 ആ റേഞ്ചിലേക്ക് നമുക്ക് കിട്ടും. ഞങ്ങളെന്തായാലും അമ്പലത്തിൽ പോയപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. ഭക്തജനങ്ങളുടെ നല്ലൊരു തിരക്ക് അനുഭവപ്പെട്ടു. അതുപോലെ തന്നെ അമ്പലത്തിനടുത്ത് തന്നെ കുറേ പൂജകളും ഹോമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. പലരുടെയും നേർച്ചകളും കാര്യങ്ങളൊക്കെയാണ് ഇതെല്ലാം. പൊതുവെ വീക്കെൻഡ്സിൽ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ടെന്നാണ് പറയുന്നത്. സോ എല്ലാവരും വീക്ക് ഡേയ്സിൽ പോകുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഞങ്ങൾ കുടജാദ്രി കൂടി പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ ഇവിടുന്ന് തൊഴുതിറങ്ങിയാൽ ഉടനെ തന്നെ കുടജാദ്രിയിലേക്ക് പോകണം. അവിടെ 3 മണി വരെ ജീപ്പ് വിടത്തുള്ളൂ. ചെക്ക് പോസ്റ്റ് അടച്ചു കഴിഞ്ഞാൽ നമുക്ക് കുടജാദ്രി പോകാൻ സാധിക്കില്ല. പിന്നെ അടുത്ത ദിവസം വേണം കുടജാദ്രി പോകാനായിട്ട്. സോ ഞങ്ങൾ അവിടെ നിന്ന് തൊഴുത് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വേഗം തന്നെ കുടജാദ്രിയിൽ പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് മുരുടേശ്വരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. മുരുടേശ്വരം നമ്മൾ നാളെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്തായാലും ട്രക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ടയേർഡാവും. കുടജാദ്രിയിൽ അത്യാവശ്യം ഓഫ് റോഡ് ജീപ്പ് സഫാരി പ്ലസ് കുറച്ച് നടക്കാനും കൂടെ ഉണ്ട്. സോ നമ്മൾ അതെല്ലാം കഴിയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താവും എന്നറിയില്ല. എന്തായാലും അമ്പലങ്ങളിലെ കാഴ്ചയെല്ലാം കണ്ട് ഞങ്ങളവിടെ കുറേയധികം നേരം ക്യൂവിൽ നിന്നു. അവിടെ അവരുടെ ചടങ്ങുകളും കാര്യങ്ങളുമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. നിത്യചടങ്ങുകളാണ് ഈ കാണുന്നത്. അവിടെ നടപ്പന്തലിൽ കുറേയധികം ഞങ്ങൾ നിന്നു തൊഴാൻ വേണ്ടി. അവസാനം ഞങ്ങൾ തൊഴുതിറങ്ങിയതിന് ശേഷം അവിടെ ഡാൻസ് പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. കുട്ടികളുടെ അരങ്ങേറ്റവും മറ്റും ഉണ്ടായിരുന്നു. അതെല്ലാം ഞങ്ങൾ കണ്ടു. ഡാൻസും പരിപാടികളെല്ലാം കണ്ടതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് റൂമിലേക്കാണ്. റൂമിൽ പോയി ഒന്ന് ഫ്രഷപ്പ് ആയതിനു ശേഷം വേണം ഞങ്ങൾക്ക് കുടജാദ്രി പോകാനായിട്ട്. കുടജാദ്രിയിൽ 3 മണി വരെ നമുക്ക് ജീപ്സ് അവൈലബിൾ ഉള്ളൂ. അത് കഴിഞ്ഞ് ചെക്ക് പോസ്റ്റ് അടയ്ക്കും. ഇതാണ് ഞങ്ങളെടുത്ത റൂമിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയ. നല്ല ഭംഗിയാണ്. സോ ഇവിടെ വന്ന് ഞങ്ങളൊന്ന് ഫ്രഷപ്പ് ആയിട്ട് നേരെ ജീപ്പ് എടുക്കാൻ പോയി. അവിടെ ചെന്നപ്പോഴാണ് ജീപ്പിൽ പോകാനായിട്ട് ആളില്ല എന്ന് മനസ്സിലായത്. 8 പേര് മിനിമം ഉണ്ടെങ്കിൽ ഒരു ജീപ്പ് എടുക്കത്തുള്ളൂ. സോ അവിടെ നിന്ന് കാലിക്കറ്റിൽ നിന്ന് വന്നൊരു ഫാമിലി ഉണ്ടായിരുന്നു. സോ അവരുമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഞങ്ങളൊരു ജീപ്പ് എടുത്ത് നേരെ പോയി. ടോട്ടൽ 8 പേരാണ് അവർ പറഞ്ഞത്. പക്ഷേങ്കിൽ ഞങ്ങളൊരു 9 പേര് വന്നു. ബിക്കോസ് അവരൊരു 6 പേരോളം ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരോട് കൂട്ടി ഒരു 9 പേര് വെച്ചിട്ടാണ് ജീപ്പ് എടുത്തത്. വളരെ വൈകിയതുകൊണ്ട് തന്നെ പുള്ളി പെട്ടെന്ന് തന്നെ വണ്ടി എടുത്തു. ഭയങ്കര സ്പീഡിലാണ് അങ്ങോട്ട് പോയത്. ചെക്ക് പോസ്റ്റ് അടയ്ക്കും എന്നൊരു പേടിയുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുള്ളി വണ്ടി എടുത്തു. ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ വണ്ടി. നമ്മൾ കുടജാദ്രിയിലോട്ട് കയറാൻ പോവുകയാണ്. നമ്മൾ പാസ് എടുത്ത് ഇവിടെ നേരെ പോയിട്ട് കയറുകയാണ്. ഇവിടെ എല്ലാം ജീപ്പാണ് ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ പുറയിലും കുറേ ജീപ്പുകളുണ്ട്. പാറുവും ആ ഫാമിലിയും എല്ലാവരും പുറയിലുണ്ട്. അവിടെ നമ്മൾ ചെറിയൊരു ഫീസൊക്കെ അടയ്ക്കണം. ആ ഫീസ് എല്ലാം കൂട്ടിയാണ് ഇവർ ആക്ച്വലി ചാർജ് പറയുന്നത്. പെർ ഹെഡ് ഒരു 450-475 സംതിങ് വരുന്നുണ്ട്. ഇൻ ബിറ്റ്വീൻ 450 to 500 നമ്മൾ ഫീസ് അടച്ച് നേരെ ചെക്ക് പോസ്റ്റ് കയറി വേണം കുടജാദ്രി പോകാനായിട്ട്. അവിടെ നിന്ന് ചേട്ടൻ വണ്ടി എടുത്തു. ചേട്ടൻ നല്ല തിരക്ക് പിടിച്ചാണ് ചേട്ടൻ പോയത്. അതുകൊണ്ട് നമുക്കൊരു ഫൺ റൈഡും കിട്ടി. ഫ്രണ്ടിൽ പോയ ഒരു ജീപ്പിലെ പോലും വിടാതെ ചേട്ടൻ ഓവർടേക്ക് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കൂട്ടത്തിൽ വന്ന ഏതോ ഒരു പയ്യൻ്റെ ജീപ്പിന് ചെറിയൊരു ട്രബിൾ കാണിച്ചു. വണ്ടി വലിക്കുന്നില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ പുള്ളി നിർത്തി എന്തോ ചെയ്ത് കൊടുത്തത് റെഡിയാക്കി വീണ്ടും ഞങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തു. ഇതൊക്കെ ഇറങ്ങി വരുന്ന ജീപ്പുകളാണ് ഈ കാണുന്നത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ കുടജാദ്രി വരുന്നത്. അതുകൊണ്ട് എനിക്കിത് വളരെ ഒരു ഫണ്ണായിരുന്നു. ഒരു വെരി ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞ് എക്സ്ട്രീം ഓഫ് റോഡായിരുന്നു.
നമ്മൾ പല ഓഫ് റോഡിൽ നെല്ലിയാമ്പതി അതുപോലെ തന്നെ അവിടെ എവിടെയെല്ലാം പോയിട്ടുണ്ടെങ്കിലും ഇത് വളരെ ഫണ്ണായിരുന്നു. വണ്ടി നിറച്ചൊരു 9 പേര് വെച്ചിട്ടാണ് പുള്ളി ഈ കാട്ടായെല്ലാം കാണിക്കുന്നത്. ഫണ്ണും കൂടുതൽ അഡ്വഞ്ചറും എന്ന് പറയാം. ഇടയ്ക്ക് വണ്ടി നിർത്തി കൂട്ടുകാരോട് കുശലമൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ അധികം വണ്ടികൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വണ്ടി ഇവിടെ നിർത്തി കൊടുത്തു, നമ്മുടെ വണ്ടി. സോ ഒരു 2-3 ജീപ്പുകൾ പോയതിന് ശേഷമാണ് പിന്നെ നമ്മുടെ വണ്ടി മുന്നോട്ട് എടുത്തത്. ഓഫ് റോഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഓവർടേക്കിങ് ഏത് സൈഡിൽ നിന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല. സോ നമ്മൾ കിട്ടുന്ന വഴിയിൽ കൂടെ കയറി പോവുക എന്നുള്ളൊരു സെറ്റപ്പിലാണ് ഇനി പോകുന്നത്. വെള്ളം പോയത് തോന്നല്ലേ? ഫ്രണ്ടിൽ വന്നത് ചേട്ടാ സൂപ്പർ.
ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ കുടജാദ്രി എത്തിയിരിക്കുകയാണ്. ഇത് ജീപ്പ് പാർക്കിംഗ് ആണ്. ഇവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ നടന്നാലാണ് നമുക്ക് കുടജാദ്രി എത്താൻ പറ്റുന്നത്. ഇവിടെയുള്ള ചെറിയ അമ്പലങ്ങളൊക്കെയാണിത്. 6 മണിക്ക് മുൻപേ തിരിച്ചെത്തണമെന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ വേഗം തന്നെ കുടജാദ്രി കാണാനായിട്ട് ട്രക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ട്രക്കിങ് ഒരു 2 കിലോമീറ്ററോളം ഉണ്ടായിരുന്നു ടോട്ടലി. മുകളിൽ നിന്ന് വന്ന ആളോട് ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് ട്രക്കിങ്ങിൻ്റെ ഒരിത്. അപ്പോൾ പുള്ളി പറഞ്ഞു കുഴപ്പമില്ല, നമുക്ക് അച്ചീവ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവളും പതുക്കെ സ്റ്റാർട്ട് ചെയ്തു. കൂട്ടത്തിൽ നമ്മുടെ അമ്മയുണ്ട്, അവൻ്റെ വേറെ കാലിക്കറ്റിൽ നിന്നൊരു ഫാമിലി കൂടെ ഉണ്ട്, അവരും ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. കുടജാദ്രി വന്നിരിക്കുകയാണ്. കുടജാദ്രിയിലുള്ള ട്രക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കുപ്പികളിലൊക്കെ സെക്യൂരിറ്റി പൈസ മേടിച്ചിട്ടാണ് കയറ്റി വിടുന്നത്. പ്ലാസ്റ്റിക്കൊക്കെ തിരികെ കൊണ്ട് കൊടുക്കണം. നന്നായിട്ട് അടയ്ക്കുന്നുണ്ട്, അതുകൊണ്ടാണ് സൗണ്ടൊന്നും വരാത്തത്. എന്താ എങ്ങനെ പെട്ടെന്ന് ആണല്ലേ? നേരെ മുകളിലേക്കാണ് പോകുന്നത്. അതാണ് 1.5 കിലോമീറ്റർ. നമ്മൾ നേരെ പോവാണ്. അത്യാവശ്യം അഡ്വഞ്ചറുണ്ട്. ബിക്കോസ് സൈഡിൽ നല്ല കൊക്ക ഫീലാണ്. സോ കൊക്കയാണ്. സോ സൂക്ഷിച്ച് വേണം നമ്മൾ നടന്ന് പോകാനായിട്ട് കുടജാദ്രിയിലേക്ക്. നടന്ന് നമ്മൾ അത്യാവശ്യം ഒരു കാടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറും. ഇങ്ങനെയുള്ളൊരു സ്ഥലം, നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ്. കുറേ മരങ്ങളും കുറേ പച്ചപ്പ് കാടുകളും ഒക്കെ. അതിനിടയിൽ കൂടെ നടന്ന് നേരെ പോകണം. നേരെ പോകുമ്പോൾ കുറച്ചുകൂടി നടന്ന് മുകളിലേക്ക് കയറുമ്പോൾ, അതായത് ഒരു മലയോടോട്ടെന്ന് പറഞ്ഞാൽ ആ മലയോടെ കയറുമ്പോഴാണ് കുടജാദ്രി ആവുന്നത്. അങ്ങനെ ഞങ്ങളെല്ലാവരും നടന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ പുറകിൽ ഇവരെല്ലാവരും ഉണ്ട്. പാറുണ്ട്, ഫാമിലിയുണ്ട്, അമ്മയുണ്ട്. അങ്ങനെ എല്ലാവരും കൂടെ നടന്ന് പൊക്കോണ്ടിരിക്കുകയാണ് കുടജാദ്രി കാണാനായിട്ട്. എന്തായാലും പോകുന്നവർ കയ്യിൽ കുറച്ച് വെള്ളം കൂടി കരുതുന്നത് നന്നാവും. പ്ലാസ്റ്റിക് കുപ്പിയിൽ അവിടെ ഇടാൻ പാടില്ല. നമ്മൾ കൊണ്ടുപോകുന്ന കുപ്പികൾ മുഴുവനും നമ്മൾ തിരികെ വരുമ്പോൾ ഏൽപ്പിക്കണം. അപ്പോൾ നമ്മുടെ ഒരു സെക്യൂരിറ്റി എമൗണ്ടും അവരതിനുവേണ്ടി വാങ്ങുന്നുണ്ട്. സോ ആ കുപ്പി നമ്മൾ തിരിച്ചു കൊടുത്ത് ആ പൈസ തിരിച്ചു വാങ്ങിക്കാം. പിന്നീട് കുറേ ഇങ്ങനെ ഒരു ടെറൈൻ വന്നു. ഇത് നടന്ന് കയറണം. ഇത് നടന്ന് കയറി പോകുമ്പോഴാണ് കുടജാദ്രി. ആ വഴിയാണ് കയറി പോകേണ്ടത്. നമ്മൾ നിൽക്കുന്ന ഇവിടെയാണ്. കാരണം ടോട്ടൽ ഫുൾ കോടയാണ്. ഏകദേശം നമ്മൾ എടുക്കാറായിട്ടുണ്ട്. അതോ ആ കാണുന്നതാണ് കുടജാദ്രി. പക്ഷെ നമുക്ക് ഇവിടുന്ന് ക്ലിയർ അല്ല. ഞാൻ ജസ്റ്റ് സൂം ചെയ്ത് നോക്കിയതാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് കുടജാദ്രി വരുന്നത്. ഏതായാലും നമുക്ക് കുറച്ചുകൂടെ കയറിയാൽ നമുക്കൊരു ക്ലിയർ വ്യൂ കിട്ടും. അതിനുശേഷം നമുക്ക് നേരെ അങ്ങോട്ട് തന്നെ പോവാം. ഫ്രണ്ട്സ്, നമ്മൾ ഈ കാടിനടുക്കളെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ എത്താറായി ഏകദേശം. 6 കുറയിലുണ്ട്. അവിടെ മുകളിൽ എത്തിയാൽ ഞങ്ങളെത്തി. അമ്മയാണ് വ്യൂ ഉണ്ട്. സൈഡ് ഫുള്ള് മലയാണ്, കൊക്ക. ഹല. അങ്ങനെ ഞങ്ങൾ സർവജ്ഞപീഠത്തിലെത്തിയപ്പോൾ കണ്ട കാഴ്ചയായിരുന്നു ഇത്. അയ്യോ ഗൈസ്, ഇനി ഇവിടെ നിന്ന് അങ്ങനെ ഒരു ഫോട്ടോ എടുക്കും. അങ്ങനെ ഞങ്ങൾ
ഫ്രണ്ടിൽ ഫുള്ള് തിരക്കാണ്. സോ നമ്മളതിൻ്റെ ബാക്കിലുള്ള കാഴ്ചകളും ഫ്രണ്ടിലുള്ള കാഴ്ചകളും എല്ലാം റാൻഡമായിട്ടൊന്ന് പകർത്തി. അങ്ങനെ നമ്മൾ സർവജ്ഞ പീഠത്തിൽ എഴുതിയിരിക്കുകയാണ്. നമ്മൾ അങ്ങനെ ഫസ്റ്റ് ടൈം ഇവിടെ വന്ന് തിരക്കായിരുന്നു. സോ നമ്മൾ അങ്ങനെ വലുതായിട്ട് ഫോട്ടോസ് പിടിച്ച് എടുത്തില്ല. ഞാനും ഉണ്ട്, വൈഫും ഉണ്ട്. അവിടുന്ന് ഇനി ഇത് കണ്ടിട്ട് ഇറങ്ങുവാണ്. ഇങ്ങോട്ടാണ് ആക്ച്വലി ലൈറ്റ്, അങ്ങോട്ട് ലൈറ്റ് കുറവാണ്. ഇവിടെയാണ് ലൈറ്റ് കണ്ടത്, ഇങ്ങോട്ടാണ് സൂര്യ. ഉള്ള വ്യൂ പോയിൻ്റ് ആണ് ആക്ച്വലി. എന്ത് രസമാണെന്ന് നോക്കിയാൽ താഴെ പുല്ല്. ഇപ്പം നല്ല അവിടെ വെയിൽ, ഇവിടെ തണൽ. ഇവിടെയാണ് പാറ നിൽക്കുന്നത്. സൂപ്പർ വ്യൂ അല്ലേ? സൂപ്പർ. അവിടെ ആന തീറ്റാൻ പറ്റുന്ന ഈ ചെരുവിക്കണ ആരെങ്കിലും നിൽക്കാൻ പറ്റും. നമ്മൾ ഇറങ്ങുകയാണ്. പോകുന്ന വഴി കണ്ടോ? ഇത്ര ഇങ്ങനെയാണ് ആക്ച്വലി സർവജ്ഞ പീഠത്തിലോട്ട് പോകുന്ന വഴി. താഴെ ഫുള്ള് കൊക്ക കണ്ട, ഇവിടെ കുഴി. അതുവഴിയാണ് നമ്മളിപ്പോൾ പോയിട്ട് വന്നത്. പിന്നെ നമ്മൾ ഇറങ്ങി പോകുന്നത് ഇതുവഴിയാണ്. കണ്ട വഴിയുണ്ട്, അങ്ങനെ മോശം വഴിയാണ്. മറ്റേതൊക്കെ സൂക്ഷിക്കുക. കണ്ട, ഒന്ന് കാല് സ്ലിപ്പായാൽ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ. ആ സ്പ്രേ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാവും. പാറുവൊക്കെ പോകുന്നുണ്ട്, സൂക്ഷിച്ച്. പാറു സൂക്ഷിച്ചു പോ. ശരി, ഓക്കെ. നല്ല വ്യൂ ആയിട്ടുണ്ട് കണ്ടോ. ഓ ഗൈസ്, അവളുടെ കാഴ്ച കണ്ടാണ് കണ്ടത്. ഇത് പ്ലെയിനാ തീരെ കളറുണ്ട്, തീ പോലെ ഒരു പ്ലെയിൻ. ഇത് കത്തിയതാണോ ഗൈസ്? എന്താ ഈ കളറ്? അങ്ങനെ ഞങ്ങൾ മുകളിൽ നിന്ന് തിരിച്ചിറങ്ങി നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ്. ഇനി ഒന്ന് കുളിച്ച് അമ്പലത്തിൽ പോയി തൊഴണം. പിന്നെ അവിടെയുള്ള ഡാൻസ് പരിപാടികളൊക്കെ ഒന്ന് കാണണം. പിന്നെ രാവിലെ മുരുടേശ്വറിലേക്ക് തിരിക്കണം. ഇതായിരുന്നു നമ്മുടെ പ്രോഗ്രാം. അവിടെ വൈകിട്ട് നമുക്ക് പ്രസാദമുണ്ട്. സോ എല്ലാവരും പ്രസാദം കഴിക്കാനായിട്ട് ഊട്ടുപുരയിലേക്ക് പോയി. അവിടെ കണ്ട കുറച്ച് കലാപരിപാടികളാണ് ഇതൊക്കെ. അങ്ങനെ അവിടുത്തെ പരിപാടികളെല്ലാം തീർത്തതിന് ശേഷം നമ്മൾ നേരെ ബൈന്തൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടുന്ന് മുരുടേശ്വറിനൊരു ട്രെയിനുണ്ട്. സോ നമ്മൾ അവിടുന്ന് നേരെ മുരുടേശ്വർ പോവുകയാണ്. മുരുടേശ്വർ എത്തിയിട്ടാണ് ബാക്കി കാഴ്ചകൾ. അങ്ങനെ നമ്മൾ കൊല്ലൂർ മൂകാംബിക ദേവി ടെമ്പിളിനോട് ബൈ ബൈ പറയുകയാണ്. നമ്മൾ ട്രെയിൻ വന്നിരിക്കുകയാണ്. മുരുടേശ്വർ പോവാണ്. മുരുടേശ്വർ ഫ്രണ്ട്സ്, നമ്മൾ ട്രെയിൻ കയറി മുരുടേശ്വർ എത്തി. അപ്പോൾ കണ്ട കാഴ്ചയാണിത്. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ട്രെയിനിൽ ലോറികൾ ഇങ്ങനെ നിരക്കനെ കൊണ്ടുവന്ന് കാണുന്നത്. അതും ലോഡഡ് ആണെന്ന് തോന്നുന്നു. ഓൾറെഡി എല്ലാത്തിലും ഗുഡ്സുണ്ട്. ഗുഡ്സുള്ള വണ്ടികൾ ട്രെയിനിൽ കയറ്റിയാണ് കൊണ്ടുപോകുന്നത്. വളരെ ചിട്ടയായിട്ട് അടുക്കി വളരെ സൂക്ഷിച്ചാണ് അവർ കൊണ്ടുപോകുന്നത് ഗുഡ്സ് ട്രെയിനുകൾ. അപ്പോൾ അത് കൗതുകം തോന്നി ഞാൻ ജസ്റ്റ് ഒന്ന് പകർത്തിയാണ് ഈ കാഴ്ചകൾ. ഇതാണ് മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷൻ. ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ശിവഭഗവാനെ കാണാം. അവിടെ നിന്ന് പാറുവൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തു ഭഗവാന്റെ കൂടെ. ഇനി നമ്മൾ നേരെ അങ്ങോട്ട് പോവുകയാണ് അമ്പലത്തിലേക്ക്. ഒരു ഓട്ടോ എടുത്ത് 60 രൂപ കൊടുത്ത് അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ നല്ല ഹോട്ടലുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചേട്ടനോട് ചോദിച്ചപ്പോൾ ചേട്ടൻ നമുക്ക് പറഞ്ഞു തന്നു. എന്നിട്ട് നേരെ നമ്മൾ അമ്പലത്തിൽ കൊണ്ടുവിട്ടു. ഇലക്ട്രിക് ഓട്ടോസാണ് അവിടെ കൂടുതൽ ഞങ്ങൾ കണ്ടത്. 60 രൂപയാണ് മുരുടേശ്വർ റെയിൽവേ സ്റ്റേഷൻ ടു ടെമ്പിൾ അവർ വാങ്ങുന്നത്. നേരെ കാണുന്നതാണ് ടെമ്പിൾ.
നമ്മൾ ഇപ്പോൾ മുരുടേശ്വർ ടെമ്പിൾ വന്നിരിക്കുകയാണ്. മുരുടേശ്വർ ടെമ്പിൾ ഫ്രണ്ട് ഏരിയ ആണ്. പിന്നെ അവിടെ ബീച്ചാണ് ആക്ച്വലി. ഫ്രണ്ടിൽ ബീച്ച്, പിന്നെ ഇവിടെ ഫുള്ള് ബീച്ച് ബോട്ട്സ്. അപ്പോൾ ഇതാണ് ശിവൻ്റെ മുരുടേശ്വർ ടെമ്പിൾ. ശിവൻ്റെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അവിടെ കണ്ടില്ലേ, അത് കാണാൻ പറ്റും. പണി നടന്നുകൊണ്ടിരിക്കുക. അങ്ങോട്ട് നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് മുരുടേശ്വർ ടെമ്പിൾ. അങ്ങനെ നമ്മൾ മുരുടേശ്വർ എത്തിയിട്ടുണ്ട്. ഇതാണ് മുരുടേശ്വരത്ത് കയറുന്ന വാതിൽ. അവിടെ ബീച്ചാണ്. നമ്മുടെ മുരുടേശ്വര ക്ഷേത്രത്തിൻ്റെ ഒരു ഫുൾ വ്യൂ ആണിത്. നല്ല ഹൈറ്റിലാണ് അമ്പലം ഉള്ളത്. ഫ്രണ്ടിൽ തന്നെ 2 കൂറ്റൻ ആനകളെ അവർ കൊത്തി വെച്ചിട്ടുണ്ട് ശില്പികൾ. നല്ല ഭംഗിയാണ്. അവിടെ നിന്നാണ് നമ്മൾ അമ്പലത്തിനകത്തേക്ക് പ്രവേശിക്കുന്നത്. അതിനകത്ത് ലിഫ്റ്റുണ്ട്. പെർ ഹെഡ് ഒരു 25 റുപ്പീസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടോപ്പ് വ്യൂ കിട്ടും. ലൈക്ക് അവർ മോളിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ ഈ ബീച്ച് സൈഡും അതുപോലെ തന്നെ ശിവനിരിക്കുന്ന സ്ഥലങ്ങളും ഒക്കെ നമുക്ക് മോളിൽ നിന്ന് നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റും. സോ ആ ലിഫ്റ്റ് കയറി നമ്മൾ മോളിൽ പോയാൽ മാത്രമേ നമുക്ക് കാഴ്ച കാണാൻ പറ്റത്തുള്ളൂ. ശിവൻ്റെ പ്രതിഷ്ഠയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എന്തായാലും കാണാം. ഇവിടെ നിന്ന് തൊഴുതിട്ട് നമ്മളങ്ങോട്ട് പോകുന്നുണ്ട്, മുകളിലേക്ക് പോകുന്നുണ്ട്. ഇവിടെ നിന്ന് കുറച്ച് മുകളിലേക്ക് നടന്നാൽ മാത്രമേ നമുക്ക് അവിടെ എത്താൻ സാധിക്കത്തുള്ളൂ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ദർശനമൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടില്ല. ഇതാണ് അമ്പലം ടോട്ടൽ. നല്ല അടിപൊളി വ്യൂ ആണ്. ഇതാണ് ശില്പം ശിവൻ്റെ. ഇവിടെ നിന്ന് കാണുമ്പോൾ ഒരു വ്യൂ ആണ് നിങ്ങൾ കാണുന്നത്. നമ്മളപ്പോൾ അവിടെ നിന്ന് താഴെ നിന്ന് കുറച്ച് ഫോട്ടോസും ആനയുടെ കൂടെ നിന്നും അല്ലാതെയൊക്കെ കുറച്ച് പിക്സും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ കുറച്ചുകൂടെ മുകളിലേക്ക് പോകുന്നുണ്ട് നേരിൽ കാണാനായിട്ട്. നമ്മൾ ലിഫ്റ്റ് കയറി മുകളിലേക്ക് പോകാൻ പോവാണ്. ആറൊക്കെ ലൈനിൽ കൊണ്ട് ഇവിടെ നേരെ ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ മുകളിൽ ചെന്നിട്ട് അതിൻ്റെ കാഴ്ചകൾ കാണാം. നമ്മളങ്ങനെ ലിഫ്റ്റിലേക്ക് കയറിയാണ്. ഏകദേശം 17ാമത്തെ നിലയിലാണ് നമ്മളവിടെ ഇറക്കുന്നത്. അവിടെയാണ് വ്യൂ. അതിന് മുകളിലേക്കും ഉണ്ട്, പക്ഷേ അതിന് മുകളിലേക്ക് പ്രവേശനമില്ലെന്നാണ് അവർ പറഞ്ഞത്. ആക്ച്വലി ശിവൻ്റെ വ്യൂ ആണ് കാണുന്നത്. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ മോളിൽ വരുമ്പോൾ കാണുന്ന കാഴ്ചയാണ്. ഫുള്ള് കടലിൻ്റെ നടുക്ക് ശിവൻ. അപ്പോൾ ഇതാണ് വ്യൂ. ഇതാണ് നമ്മുടെ ശിവഭഗവാൻ മുരുടേശ്വര കർണാടക. ബീച്ച് അല്ലേ? ഓക്കെ. ഇവിടെ നല്ല ബീച്ചസ് ഉണ്ട്. മണ്ണിനൊക്കെ ഒരു ആ ഒരു നമ്മളിവിടെ കടൽപ്പാലമുണ്ട്. മുരുടേശ്വരം ബീച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റി ഇവിടെ ഉണ്ട്. വാട്ടർ സ്പോർട്സ് ഒക്കെ ഉണ്ട്. ഇവിടെ സ്കൂബ ഡൈവിംഗ് സെറ്റപ്പ് എല്ലാം ഉണ്ട്. കണ്ടില്ലേ, നടന്ന ആൾക്കാരൊക്കെ അവിടെ പോയിട്ടുണ്ട്. പോയവർ ലൈഫ് ജാക്കറ്റൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഡോക്ടർ
RN ഷെട്ടി ആണ്. നല്ല വ്യൂ അങ്ങോട്ട് കയറുമ്പോൾ. ഫ്രണ്ട്സ്, നമ്മൾ എത്തിയിരിക്കുകയാണ് മുരുടേശ്വർ ശിവൻ്റെ അടുത്ത്. അത് ആവശ്യമാണ്. നല്ല ഭംഗിയുള്ളൊരു തേര് അവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല സംഭവമാണ്. അവിടുന്ന് നേരെ അതാണ് അമ്പലം. അവിടെ പാറ പോണ്ട. ഇതാണ് കേവലി. അടിച്ച് കൂടി ഇറങ്ങി വന്നേ, ആ സൈഡിൽ കൂടെ കയറിപ്പോയത്. ഇതേ പാറും അമ്മ എല്ലാവരും ഉണ്ട്. എല്ലാം കണ്ട് ക്ഷീണിച്ചിരിക്കുകയാണ്. ഇതാണ് ഒരു ഓവറോള് നമുക്കിവിടുന്ന് കാണാൻ പറ്റുന്ന കാഴ്ചകൾ. അങ്ങോട്ട് നമുക്ക് കടലാണ്, ഫുള്ള് സീയാണ്. നന്ദിയുടെ അടുത്ത് തന്നെ ഫോട്ടോ എടുക്കാൻ പോകണം. ആണ് നന്ദി കേശ്. ഇവിടെ നമുക്ക് സൂര്യഭഗവാന്റെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ അപ്പുറമാണ് ആക്ച്വലി തേനുള്ളത്. തേനിൻ്റെ അവിടെ ആർമസ്, പിന്നെ അങ്ങോട്ട് ബീച്ചാണ്. ഇത് അമ്പലത്തിൻ്റെ ഊട്ടുപുരയാണ്. ഇവിടെയാണ് എല്ലാവർക്കും പ്രസാദം കൊടുക്കുന്നത്. എല്ലാ സായന്മാരും ഭക്തജനങ്ങൾക്കും ഇവിടെ നിന്ന് ഭക്ഷണം ലഭിക്കും. ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സെറ്റപ്പൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. നമ്മൾ തന്നെ പാത്രം കഴുകി അതിൽ നിന്ന് എടുക്കണം. വെള്ളം അവർ കൊണ്ടുതരും, പ്ലേറ്റ് അവർ കൊണ്ടുതരും. ഗ്ലാസ് കൊണ്ടുവരുന്ന ചെറിയ വണ്ടിയാണത്. അതിൽ നിന്ന് ഗ്ലാസ് എല്ലാവർക്കും എടുക്കാം. അത് ഓൾറെഡി വെള്ളം ഫിൽഡാണ്. അതെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് നേരെ തിരിച്ചു. നേരെ വേറെ ഒരു ഓട്ടോ എടുത്ത് നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മുരുടേശ്വറിനോട് നമ്മൾ ബൈ ബൈ പറയുകയാണ്. ഇനി നമ്മുടെ ലക്ഷ്യം കൊച്ചിയാണ്. നമ്മൾ നേരെ ട്രെയിൻ എടുക്കുന്നു, എറണാകുളം വരുന്നു. സോ ഒരു ട്രെയിൻ ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പൂർണ്ണ എക്സ്പ്രസ് ആണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. സോ പൂർണ്ണ എക്സ്പ്രസ് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 3:30 ടൈമിങ്ങിലായിരുന്നു പൂർണ്ണ എക്സ്പ്രസ് അവിടെ എത്തിയത്. മുരുടേശ്വർ സ്റ്റേഷനാണിത്. ഇവിടെ നിന്ന് നമ്മൾ കയറി നേരെ എറണാകുളം പോവാണ്. ബാക്ക് ടു കൊച്ചിൻ. ബാക്കി ഞങ്ങൾ